ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഒരു കുട്ടി വ്ളോഗാണ്. സനയുടെ ലാസ്റ്റ് ഡേ ഓഫ് ഡ്യൂട്ടി ആട്ടോ. ഒന്ന് അവൾ കല്യാണത്തിന് 1 മന്ത് മുമ്പ് റെസിഗ്നേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ്. ഞാൻ കരുതി ഇതൊരു വീഡിയോ ഒക്കെ എടുത്ത് വെക്കാണ്. കുറച്ച് മുമ്പ് ഒരു മെമ്മറി പോലെ നമുക്കെടുത്ത് കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് വന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നു കേട്ടോ. ഇന്ന് സാറിനൊരു കേസ് ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്കും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞാനും സനി ഓരോ കട്ട്ലറ്റും പിന്നെ ഞാൻ കാപ്പിയായിട്ട് കുടിക്കുക. സനി ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഓറഞ്ച് ജ്യൂസാണ്. കല്യാണമൊക്കെ അല്ലേ, ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. തസ്ന നോർമലി കഴിക്കണ പോലെ ഒരു ഗീ ദോശയും കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് സനയുടെ കൂടെ കല്യാണം ക്ഷണിക്കാൻ പോവാണ്. ഈ LKG പിള്ളേർക്ക് കൂടെ കുട്ടികൾ ബർത്ത്ഡേക്ക് മിഠായി കൊടുക്കാൻ ടീച്ചേഴ്സിൻ്റെ അടുത്തേക്കൊക്കെ കൂട്ടുപോയില്ലേ, അതേപോലെയാണ് ഞങ്ങൾ അവളുടെ പിന്നാലെ നടന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോ വാർഡിലും എല്ലായിടത്തും പോയി സെക്യൂരിറ്റി ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും പിന്നെ അറ്റൻഡേഴ്സിനൊക്കെ ഓരോ കല്യാണ കാർഡ് കൊടുത്തു. തിരിച്ച് വന്നിട്ട് നമ്മുടെ സനയുടെ ഉമ്മ എന്നും കൊടുത്തയക്കാറുള്ള പോലെ പഴം വാട്ടിയത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. അവൾ പോണ കാരണം ഒരു കേക്കും പിന്നെ 2 ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാലത്തേ വന്ന കേക്കായിരുന്നു. അവൾ കാണാണ്ടിരിക്കാൻ വേണ്ടി കാത്ത് ലാബിൽ കൊണ്ടുപോയി വെച്ചിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാത്ത് ലാബിൽ കേസ് നടന്നുകൊണ്ടിരിക്കണമുണ്ട്. സാറിന് ഒരുമിച്ച് എല്ലാവരും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ കേസ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കാത്ത് ലാബിൽ ടെക്നീഷ്യൻ ഉണ്ട് കേട്ടോ, ആഷിക. അവൻ പറഞ്ഞു ഇപ്പോൾ വന്നാൽ വേഗം മുറിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ സാറിനോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ സാറിന് ഇത് കഴിഞ്ഞിട്ട് വേണം OPക്ക് പോകാനായിട്ട്, പേഷ്യൻസൊക്കെ വെയിറ്റിംഗ് അല്ല. അങ്ങനെ അവൾ വേഗം കേക്കൊക്കെ മുറിച്ചു. സനയ്ക്കാണെങ്കിൽ ഈ കേക്ക് കട്ടിങ് അങ്ങനത്തെ പരിപാടികളൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര വെപ്രാളായിരിക്കും. പിന്നെ ഞങ്ങൾ എന്തായാലും വാങ്ങിയതല്ലേ, അതുകൊണ്ട് കുട്ടി വന്നിട്ട് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. കൺഫ്യൂഷനായിരുന്നു കേട്ടോ, ആർക്കാദ്യം കൊടുക്കണം അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ആൾ. അങ്ങനെ നമ്മുടെ സച്ചിൻ സാറാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ കയറി വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്തു. എല്ലാവരും സനേനെ ബെസ്റ്റ് വിഷസൊക്കെ പറഞ്ഞിട്ട് വിഷൊക്കെ ചെയ്തു. അങ്ങനെ അടിപൊളിയായിട്ട് അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലാക്ക് ഡ്രസ് ഇട്ടുള്ള ദയാണ് കേട്ടോ, നമ്മുടെ കാറ്റിലെ ടെക്നീഷ്യനാണ്. അങ്ങനെ ഞങ്ങൾ വാങ്ങിയൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് സനയ്ക്ക് കൊടുത്തു. സനയാണെങ്കിൽ അത് വാങ്ങിയിട്ട് ഭയങ്കര സർപ്രൈസ് ആയിട്ട് പോലെ നിൽക്കുകയായിരുന്നു കേട്ടോ. കാരണം അവൾ ഒട്ടും പ്രതീക്ഷിച്ചാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നത്. കാരണം ഞാനും സനയും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് ഇറങ്ങുക. പിന്നെ ബാക്കിയുള്ള ടൈമിൽ മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരിക്കും ആ ഒരു TMT റൂമിൻ്റെ ഉള്ളിൽ. ഇതെപ്പോൾ വാങ്ങിയെന്നാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ബാഗ് ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാട്ടോ. ഈ ഒരു ബാഗ് അവൾക്ക് ഇഷ്ടമാവുമെന്നായിരുന്നു ടെൻഷൻ. കാരണം എല്ലാം ഭയങ്കര സൂക്ഷിച്ച് വാങ്ങുന്ന ഒരാളാണ്. അപ്പോൾ ഇഷ്ടമാവണമല്ലോ. പക്ഷേ അവൾക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു എസ്തറ്റിക് ലുക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ഇട്ട് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നത്തെ ഒരു കുഞ്ഞി പൊതിയിൽ ഞങ്ങളൊരു ഫ്രെയിം ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഫ്രെയിം ആണോ എന്ന്. ഞങ്ങളല്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇഷ്ടമായിട്ടോ. ഞങ്ങൾ 4 പേര് കൂടി ഓണത്തിന് എടുത്തൊരു പിക്കായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് എന്ന് പറയുന്നത് സനയുടെ വകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ബിരിയാണി വാങ്ങി. ഞങ്ങൾ 3 ബിരിയാണി കഴിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 ബിരിയാണി വാങ്ങി ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ 2 ബിരിയാണിയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. അതിൽ ഒരു ബിരിയാണിയിൽ 3 ചിക്കൻ 1 മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാർ സാലഡൊക്കെ കൂട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് സാറിന് അവൾ ഒരു ഷർട്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. OP കഴിയാറായ ഒരു സമയം നോക്കിയിട്ട് അവളത് പോയി ഗിഫ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ദയ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദയക്ക് കല്യാണ കാർഡ് കൊടുക്കുന്നുണ്ട്. ദയ ലീവാണ്, അപ്പോൾ വീട്ടിൽ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ടാറ്റ ബൈ ബൈ പറയാൻ വന്നതാണ്. അങ്ങനെ കുറേ കെട്ടിപ്പിടിച്ച് ബൈ ഒക്കെ പറഞ്ഞു. ഇത് നമ്മുടെ ആഷിക കേട്ടോ, കാത്ത് ലാബിലെ ടെക്നീഷ്യനാണ്. അപ്പോൾ അവൻ സനയ്ക്ക് ടാറ്റ പറയാൻ വന്നതാണ്. ഈ ഒരു ഗിഫ്റ്റ് അവൻ സനയ്ക്ക് കൊടുത്തതൊന്നുമല്ല കേട്ടോ, നമ്മൾ സാറിന് വാങ്ങിയ ഗിഫ്റ്റാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഗിഫ്റ്റ് കൊടുക്കണ പോലെ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടതാണ് കേട്ടോ. ഇത് അമലാണ്, അവൻ കാത്ത് ലാബിലെ സ്ക്രബ് നേഴ്സാണ്. അങ്ങനെ എല്ലാവരും സനയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അവൻ തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട് കേട്ടോ, റെൻറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കേസൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ എല്ലാവരും പോയി ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ തസ്ന ഇന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. തസ്നയുടെ പൂമ, അതായത് അച്ഛൻ്റെ അമ്മ അവിടെ ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ തസ്ന എപ്പോൾ വീട്ടിൽ പോകുമ്പോഴും ഇങ്ങനെ കുറേ സ്നാക്സൊക്കെ ആയിട്ട് പോവുക. ഭൂമിക്ക് ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. ഒരുമിച്ചൊരു വിൻഡോ സീറ്റിലൊക്കെ ഇരുന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്തോ ഇന്നിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കണം തോന്നി. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല. സാധാരണ ഞാൻ എപ്പോഴും അവളുടെ കൂടെയാണ് സ്റ്റാൻഡിലേക്ക് പോവാറ്. ഇനി അവളുണ്ടാവില്ല, ഞാനെന്നും ഒറ്റയ്ക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇവിടെ ചെമ്പോലയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സ്നാക്ക് ഐറ്റംസ് അങ്ങനെ എല്ലാം കിട്ടും. അങ്ങനെ ഞങ്ങൾ മോളിൽ കയറിയിരുന്നു. ഫുഡ് കഴിക്കാനിരുന്നെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം സന പോണതിൻ്റെ വിഷമം എത്രയായാലും മനസ്സിലുണ്ടാവല്ലോ. 1 ഇയർ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എത്രയായാലും മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് പോണ സമയത്ത് ഒരു ട്രീറ്റ് ആയിരുന്നു ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഒരു ക്ലബ് സാൻഡ്വിച്ചും വാട്ടർമെലൺ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി. 6:30 ആയിരുന്നു കേട്ടോ അവളുടെ ലാസ്റ്റ് ബസ്. അത് പോണവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇറങ്ങാൻ നേരമായപ്പോഴേക്കും കുറച്ച് വിഷമം
വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ ബസ്സിൽ കയറ്റി എത്തി. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഒരേ വൈബുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണല്ലേ. അങ്ങനെ സന ഇനി കല്യാണം കഴിഞ്ഞാൽ സൗദിക്കൊക്കെ പോവും. അപ്പം ഈ വീഡിയോയുടെ ഒരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.